ദിവസം മാത്രം. നമുക്ക് പാഠങ്ങളെല്ലാം പഠിച്ചു തീർന്നെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ പാഠത്തിലെയും ക്വസ്റ്റ്യനുകൾ നോക്കിയാലോ? ഇനി ഒന്നും പഠിക്കാത്തവരാണെങ്കിലും ഈ ക്വസ്റ്റ്യനുകൾ കണ്ടു നോക്കൂ. 5ാം ക്ലാസ് ഫിഖ്ഹിലെ ഷുവർ ക്വസ്റ്റ്യനുകളുടെ ഭാഗമായ 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് നാം ഇപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്. ഹജ്ജിൻ്റെ ഫർളുകൾ. ഇഹ്റാം ചെയ്യൽ, അറഫയിൽ ഹാജരാവൽ, ഇഫാലത്തിൻ്റെ തവാഫ് ചെയ്യൽ, സഫ മറുവയുടെ ഇടയിൽ 7 പ്രാവശ്യം സഅയ് ചെയ്യൽ, തലയിൽ നിന്ന് മുടി നീക്കൽ, തർത്തീബ്. ഹജ്ജിൻ്റെ വാജിബാത്തുകൾ. മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യൽ, പെരുന്നാൾ രാവ് പകുതിയായ ശേഷം മുസ്ദലിഫയിൽ രാത്രി താമസിക്കൽ, അയ്യാമു തശ്രീഖിൻ്റെ രാവുകളിൽ മിക്ക സമയവും മിനയിൽ രാത്രി താമസിക്കൽ, ജംറകളിൽ കല്ലെറിയൽ, വിദാഇൻ്റെ തവാഫ് ചെയ്യൽ. ഈ ക്വസ്റ്റ്യനുകൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. നമുക്ക് കൂടുതലായും ഈ ക്വസ്റ്റ്യനുകൾ കണ്ടുവരുന്നത് വേർതിരിച്ച് കള്ളികളിൽ എഴുതാം എന്ന ഓപ്ഷനിലൂടെയാണ്. നമുക്ക് ഓപ്ഷനുകളായി തരാറുണ്ട്, പൊതുവെ തരാത്ത ക്വസ്റ്റ്യനുകളുമുണ്ട്, എന്നാൽ ഓപ്ഷനായി തരും. എന്നിട്ട് ഹജ്ജിൻ്റെ വാജിബാത്തുകൾ, ഹജ്ജിൻ്റെ ഫർളുകൾ എന്നീ 2 കോളങ്ങളിലായി വേർതിരിച്ചെഴുതാൻ വരും. അത് 8 മാർക്കിനാണ് വന്ന് കാണുന്നത്. മറ്റൊരു രീതിയിലും കണ്ടിട്ടുണ്ട്. യോജിച്ച സ്ഥാനത്ത് എഴുതാം, എന്നിട്ട് ഹജ്ജിൻ്റെ വാജിബാത്തുകൾ, ഹജ്ജിൻ്റെ ഫർളുകൾ എന്ന് 2 ഓപ്ഷനിലൂടെ നമുക്ക് എഴുതി തീർക്കാവുന്നതാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഷുവറായി വരുന്ന ഈ ക്വസ്റ്റ്യൻ പഠിക്കാൻ ആരും മറക്കല്ലേ. ഉറപ്പായും 8 മാർക്കിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണിത്.